ദൈവപിതാ സ്നേഹതാതാ ആരാധിക്കും നീതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ദൈവപുത്രാ സ്നേഹനാഥാ ആരാധിക്കും നീതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. പാവനാത്മാ സ്നേഹരൂപാ ആരാധിക്കും നീതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ദൈവപിതാ സ്നേഹതാതാ ആരാധിക്കും നീതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. പരിശുദ്ധമായ ഈ ദിവ്യ കാരുണ്യത്തിന് മുൻപിലിരുന്ന് ഈശോ നമ്മളോട് പറഞ്ഞ സ്നേഹത്തിൻ്റെ ചരിത്രങ്ങൾ മുഴുവനും നമ്മൾ ഓർമ്മിക്കുകയാണ്. അവസാന അത്താഴ രാത്രിയിൽ അവൻ അപ്പം കൈകളിലെടുത്തു, മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. ആ അപ്പത്തിൽ ഇപ്പോഴും അവൻ നമ്മുടെ മുൻപിൽ ഉണ്ട്. ഹൃദയപൂർവം നമുക്കവനെ സ്തുതിക്കാം. ദൈവപുത്ര, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരുമിച്ച് പാടാം. ദൈവപുത്രാ സ്നേഹനാഥാ ആരാധിക്കും നീതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. അവൻ തൻ്റെ ശിഷ്യരുടെ അടുത്ത് നിന്ന് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവർക്ക് നൽകിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. എല്ലാം പഠിപ്പിക്കുന്ന, ആശ്വാസം തരുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് ആ ആത്മാവ് കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത് കൊണ്ടാണ് നമുക്കവനെ ഇരുന്ന് പാടി സ്തുതിക്കുവാൻ കഴിയുക. നമുക്ക് ഹൃദയപൂർവം പാവനാത്മാ എന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. പാവനാത്മാ സ്നേഹരൂപാ ആരാധിക്കും നീതാ. വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ നമ്മളോട് പറയുക, ഈശോ മിശിഹായുടെ
ജനനത്തെക്കുറിച്ചാണ്. ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിന് മംഗളവാർത്ത അരുളി. തുടർന്ന് കന്യകയായ മറിയത്തെയും വിശുദ്ധ ഔസേപ്പിനെയും ദൈവം ഒരുക്കി. അവരുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അവരുടെ ഹൃദയങ്ങളിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അവർ ഹൃദയം തുറന്നു കൊടുത്തു. ആ 2 മക്കളെ ദൈവം ഒരുക്കിയപ്പോൾ മനുഷ്യനായി ദൈവം ലോകത്ത് അവതരിച്ചു. ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് ആ തിരുക്കുടുംബം. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പും ഉണ്ണീശോയും ചേർന്ന ആ കുടുംബം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആരാധനയിൽ ദൈവം നമുക്ക് നൽകിയ ആ തിരുക്കുടുംബത്തെ ഓർമ്മിക്കാം. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ തിരുക്കുടുംബത്തെ പോലെ ആക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് കൃപയുടെ ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് സ്നേഹം നിറയേണ്ടതുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടി, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഈ ആരാധന നമുക്ക് നടത്താം. ദൈവം നമുക്ക് നൽകിയ മനോഹരമായ തിരുക്കുടുംബത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോടും കരുണ ചെയ്യണമേ. വിശുദ്ധ അപ്പത്തിൽ നിറസാന്നിധ്യമായി ഇരിക്കുന്ന ഈശോയെ, എൻ്റെ അടുത്ത് വന്ന് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ഈശോയെ, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകട്ടെ എന്ന് പറയുന്ന ഈശോയെ, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നെന്നോട് അരുളി ചെയ്യുന്നവനെ, എൻ്റെ കുടുംബവുമായി ഞാൻ നിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്നെ എനിക്കറിയാവുന്നതിലും നന്നായി അറിയാവുന്നത് നിനക്കാണ്. ഞാൻ എന്ത് ചിന്തിക്കുന്നെന്നും ഞാൻ എന്ത് ചിന്തിക്കാൻ പോകുന്നുവെന്നും അറിയാവുന്നത് നിനക്കാണ്. എൻ്റെ കുടുംബവുമായി, എൻ്റെ പ്രാർത്ഥനയുമായി തിരുമുൻപിൽ ഞാൻ നിൽക്കുന്നു. ഞാൻ ഏറ്റുപറയുന്നു, ഏറ്റുപാടുന്നു, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മുൻപിലിരുന്ന് പാടി സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെയും അതിൻ്റെ അവസ്ഥകളെയും ഒക്കെ നമുക്ക് ഓർമ്മിക്കാം. അശുദ്ധി നിറഞ്ഞ ഒരുപാട് ഭവനങ്ങൾ നമുക്കുണ്ട്. ചുമരുകൾ പോലും ചീത്ത പറയുന്ന ഭവനങ്ങൾ, മദ്യം മണക്കുന്ന ഊണുമേശകൾ നമുക്കുണ്ട്. വഞ്ചനയുടെ കഥ പറയുന്ന കിടപ്പറകൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. എവിടൊക്കെയോ നമ്മുടെ കുടുംബങ്ങളിലെ അരൂപി നഷ്ടപ്പെട്ടു പോയതായി നമുക്ക് തോന്നുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയാത്ത വീടുകൾ, പ്രാർത്ഥന മുഴുമിപ്പിക്കാൻ കഴിയാത്ത ഭവനങ്ങൾ, പ്രാർത്ഥിക്കുമ്പോഴും മക്കൾ പ്രാർത്ഥനയ്ക്കരികിലേക്ക് വരാത്ത ഒരുപാട് ഭവനങ്ങൾ. നന്മ നിറഞ്ഞ മറിയമേ എന്ന് അമ്മയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യുത്തരം കൊടുക്കാൻ ആരുമില്ലാത്ത വീടുകൾ. ഈശോയെ, ഇതെല്ലാം ഞങ്ങളുടെ വേദനകളാണ്. ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇന്നുള്ള ചിത്രങ്ങളാണ്. ആ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ മുൻപിലേക്ക് ചേർത്ത് വെക്കുന്നു. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ്. അഗാധങ്ങളിൽ നിന്ന് ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്നവനാണ് നീ. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ സ്വരം കേൾക്കുന്നവനാണ് നീ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് നീ. ദാവീദ് തിരുമുമ്പിൽ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന്. അവൻ്റെ മുറിവുകളും പാപങ്ങളും നീ അവനോട് ക്ഷമിച്ചു. തൻ്റെ കണ്ണുനീര് അവനൊഴുക്കിയപ്പോൾ അത് നീ തുടച്ചു കൊടുത്തു. എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരുമായി ഈ പ്രാർത്ഥനയുടെ താലത്തിൽ, ഈ ആരാധനയ്ക്ക് മുൻപിൽ ഈശോയെ ഞാനിതാ നിൽക്കുന്നു. ഹൃദയപൂർവം വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഗാധത്തിൽ നിന്ന് നിന്നെ വിളിക്കുന്നു ഞാൻ. അഗാധത്തിൽ നിന്നു നിന്നെ വിളിക്കുന്നു ഞാൻ. ദൈവമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ. പാപിയാ എൻ പ്രാർത്ഥന കേൾക്കണമേ. അഗാധത്തിൽ നിന്നു നിന്നെ വിളിക്കുന്നു ഞാൻ. ദൈവമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ. പാപിയാ എൻ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, എത്രയോ വീടുകളിലാണ് മുറി അടച്ച് മക്കൾ അതിനുള്ളിലിരിക്കുക. എത്ര വിളിച്ചാലും അവർ പുറത്തേക്ക് വരികയില്ല. അവരെന്ത് കാണുന്നുവെന്ന്, എന്ത് കേൾക്കുന്നുവെന്ന് അറിയാൻ മേലാതെ ആശങ്കപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ.
കാഴ്ചകളിൽ മുഴുവനും അശുദ്ധി നിറഞ്ഞ് ആ കണ്ണുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മക്കൾ. പ്രിയപ്പെട്ട യേശോയെ, അശുദ്ധി നിറഞ്ഞ എല്ലാ കാഴ്ചകളിലും നിബന്ധിക്കപ്പെട്ട് യുവത്വം മുഴുവനും തിന്മ നിറഞ്ഞതായി നിൽക്കുന്ന ആ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ തൃപ്പാദത്തിങ്കൽ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ആ മക്കളെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനസ്സിൽ നിറയുന്ന സകല മലിനതയും കഴുകുവാൻ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ തുടച്ചു നീക്കപ്പെടുവാൻ തിരുമുമ്പിൽ നിന്ന് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയപൂർവം ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുതാപത്തിൻ്റെ ആ ഗീതം പൂർണ്ണ വിശ്വാസത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, എളിയ ആത്മാവോടുകൂടെ അവിടുത്തെ മുൻപിലേക്ക് ഉയർത്താം. മനസ്സിൽ നിറയും മലിനത എല്ലാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ഒരിക്കൽ കൂടി കരങ്ങൾ അവിടുത്തെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പാടാം. മനസ്സിൽ നിറയും. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 40-ാം തിരുവചനത്തിൽ തൻ്റെ സഹോദരൻ മരിച്ചതിൻ്റെ വേദനയിൽ നിൽക്കുന്ന സഹോദരിയോട് ഈശോ പറയുന്നുണ്ട്, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ആ വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് അവനെ വിളിക്കാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാവാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. നീ ബലിയർപ്പിക്കാനായി കടന്നു വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെക്കുക. ആദ്യം പോയി നിന്റെ സഹോദരനുമായി രമ്യതപ്പെടുക. രക്തബന്ധത്തിൽപ്പെട്ട സഹോദരങ്ങൾ പരസ്പരം കാണാതെ, മിണ്ടാതെ, ഭവനങ്ങളിലേക്ക് പ്രവേശിക്കാതെ കഴിയുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. അങ്ങനൊരു തകർച്ച നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കുക. നമുക്ക് പാടാം. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം നിർമ്മലമാക്കാം. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ,
പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നുമൊക്കെ നീ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, നീ അവന് നന്മ ചെയ്യുക, നീ അവന് അനുഗ്രഹം ആയിത്തീരുക. അപ്പോഴാണ് എൻ്റെ പിതാവിനെ പോലെ നിങ്ങൾ പരിപൂർണത ഉള്ളവരാകുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മേന്മയാണ് ഉള്ളത്? ചുങ്കക്കാരും പാപികളുമൊക്കെ അത് ചെയ്യുന്നില്ലേ? നമുക്ക് ഓർമ്മിക്കാം, ഹൃദയത്തിനുള്ളിലുള്ള ശത്രുതകളൊക്കെ നീക്കാം. സഹോദരങ്ങളോട്, അയൽപക്കക്കാരോട്, ഗുരുക്കന്മാരോട്, അധികാരികളോട് അവയൊക്കെ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി, ശത്രുതയെല്ലാം നീക്കി നിതാന്തം. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ ഈ ആരാധനയിൽ നാം ഒരുക്കുകയാണ്. ഹൃദയമൊരുക്കി നാഥനാൽ നിറയാം, അവൻ്റെ ആത്മാവിനാൽ നമുക്ക് നിറയാം. നമുക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്നേഹത്തിൻ്റെ നല്ല നല്ല ചെറിയ പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. ഇന്നെന്തിനാണ് ഈശോ നിനക്ക് ജീവൻ നൽകിയത്? ഇന്ന് എന്തിനാണ് ജീവനോടെ ഈശോ നിന്നെ എഴുന്നേൽപ്പിച്ചത്? അത് ഒരാത്മാവിനെ കൂടി ഈശോയ്ക്ക് വേണ്ടി നേടുവാനല്ലേ? നിന്നോട് വലിയ കരുണയല്ലേ ഈശോ കാണിച്ചത്? നിന്റെ കുടുംബം സുവിശേഷമായി നിൽക്കുമ്പോൾ, നിന്റെ കുടുംബം സുവിശേഷത്തിൻ്റെ ആനന്ദമായി നിൽക്കുമ്പോൾ, അതിലേക്ക് നോക്കുന്നവരൊക്കെ അതുപോലെ നല്ല ഒരു കുടുംബമാകാൻ ആഗ്രഹിക്കില്ലേ? നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയമൊരുക്കാം, നാഥനിൽ നിത്യം നിറയാം ആത്മാവാൻ. ഹൃദയമൊരുക്കാം, നാഥനു നിത്യം നിറയാം ആത്മാവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശാന്തവും സുന്ദരവുമായ ഈ നിമിഷങ്ങൾ ദൈവം നമുക്ക് സമ്മാനിച്ചു. എത്രയോ പേര് ഈ നിമിഷങ്ങളിൽ ശാന്തതയില്ലാതെ അലഞ്ഞ് നടപ്പുണ്ട്, ഓടി നടപ്പുണ്ട്. എത്രയോ പേര് ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങളിൽ ശത്രുതയും വെച്ചുകൊണ്ട് നടപ്പുണ്ട്. എത്രയോ പേര് ഈ നിമിഷങ്ങളിൽ പാപം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടപ്പുണ്ട്, ദുർമോഹങ്ങൾ വെച്ചുകൊണ്ട് നടപ്പുണ്ട്. ഈശോ നമുക്ക് ഈ സമയം അവൻ്റെ മുൻപിലിരിക്കാൻ തന്നത് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ്, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്ക് അവൻ്റെ മുൻപിലിരുന്ന് അവനെ പാടി സ്തുതിക്കാം. അവൻ എത്രയോ നല്ലവനാണ്, എത്രയോ ദയയുള്ളവനാണ്, എത്രയോ കരുണയുള്ളവനാണ്. സകല മഹത്വവും സകല ജ്ഞാനവും സകല സ്തുതിയും എൻ്റെ തമ്പുരാൻ്റെതാണ്. ഒന്ന് ചേർന്ന് നമുക്ക് ഹൃദയപൂർവ്വം പാടാം. യേശുവന്റെ പ്രാണനാഥൻ, യേശുവന്റെ ആത്മദാഹം,
ഈശ്വരന്റെ സന്നിധാനം യേശുവിൻ്റെ സ്നേഹരൂപം. യേശുവന്റെ ദിവ്യനാദം ഹൃത്തടത്തിൻ ജീവജലം. യേശുവിൻ്റെ ദിവ്യനാദം ഹൃത്തടത്തിൻ ജീവജലം. ശാന്തി നൽകും പുണ്യതീർത്ഥം ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ശാന്തി നൽകും പുണ്യതീർത്ഥം ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. യേശുവന്റെ പ്രാണനാഥൻ യേശുവന്റെ ആത്മദാഹം ഈശ്വരന്റെ സന്നിധാനം